ഹായ് ആൾ ഇന്നലെ നമ്മൾ ടോപ്പോസ്ഫിയർ പഠിച്ചു. അതിലെ ഒരു പോയിന്റ് ഞാൻ വിട്ടിരുന്നു. അതായത് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നല് എവിടെയാണ് സാധ്യമാകുക എന്ന് പറഞ്ഞാൽ അത് ടോപ്പോസ്ഫിയറിലാണ്. അതായത് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നലൊക്കെ നമ്മൾ നടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ പഠിക്കാം. സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലായിട്ട് സംക്രമ മേഖലയുണ്ട്. അതാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ആ ട്രോപ്പോപാസിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലായിട്ട് സംക്രമ മേഖലയുണ്ട് ട്രോപ്പോപാസ് എന്ന ഭാഗം. അവിടുന്ന് തുടങ്ങി ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. അവിടെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ വലിയ മാറ്റമൊന്നും കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്തെ സമതാപ മേഖല എന്നാണ് പറയുന്നത്. സമതാപ മേഖല, അതായത് ഉയരം കൂടുന്നതനുസരിച്ച് താഴ്ന്ന വിധാനങ്ങളിൽ താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചാൽ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന പ്രത്യേകതരം പാളിയാണ് ഓസോൺ പാളി. അപ്പോൾ ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓസോൺ പാളിയും ഓസോണിന്റെയും ഓസോൺ ലെയറിനെ പറ്റിയും ഓസോൺ ഡിപ്ലീഷനെ പറ്റിയും നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ബാക്കി പോയിന്റ്സിൽ പഠിക്കാം. ഓസോൺ പാളി എന്താണെന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അത് ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികളിൽ നിന്ന് വരുന്ന ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. ഒന്നുകൂടി പറയാം, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് റേസ് ഉണ്ടാവും. അത് ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നത് അതിന് സഹായിക്കുന്ന പാളിയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം നടക്കുന്നത്. അപ്പോൾ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം എവിടെയാണ് നടക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. കാരണം തെളിഞ്ഞ അന്തരീക്ഷമാണ് ഒരു കാരണം. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ടാണ് ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായ സഞ്ചാരം പോസിബിൾ ആവുന്നത്, സ്ട്രാറ്റോസ്ഫിയറിലാവുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഇത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മീസോസ്ഫിയറിനെ പറ്റി പഠിക്കാം. മീസോസ്ഫിയർ പറയുന്നത് 50 മുതൽ 80 കിലോമീറ്റർ ഉയരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്. അത് ഉയരത്തിനനുസരിച്ച് ഇവിടെ താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മീസോപാസിലാണ്. അത് മീസോസ്ഫിയറിന്റെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് ഏറ്റവും താപനില കുറവുള്ള ഭാഗം. അപ്പോൾ മീസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ ഉയരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ഉയരത്തിനനുസരിച്ച് താപം കൂടുകയല്ല ചെയ്യുന്നത്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെയാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയറിലെ മീസോപാസിലാണ്. ഓക്കെ, മീസോപാസിലെ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചാൽ -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇവിടെ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ മീസോസ്ഫിയർ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ അത് കത്തിച്ചാരമാകുന്നത് ഇവിടെയാണ്. അതായത് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. പിന്നെ പറഞ്ഞു മീസോസ്ഫിയറിന്റെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ്. ഇത്രയാണ് മീസോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളതാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന്റെ മുകളിലുള്ള അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഉയരം പറഞ്ഞാൽ 80 മുതൽ 600 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഉയരന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മീസോസ്ഫിയറിലാണെങ്കിലോ ഉയരത്തിനനുസരിച്ച് താപനില കുറഞ്ഞു വരികയാണ്. തെർമോസ്ഫിയറിലും ഉയർന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. താഴ്ന്ന ഭാഗത്താണ് അയണോസ്ഫിയർ പറഞ്ഞ ഒരു സ്ഫിയർ ഉള്ളത്. അതായത് അയണോസ്ഫിയർ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണെന്ന് പറയാൻ കഴിയണം. അയണോസ്ഫിയർ എന്താണ് ചെയ്യുന്നത്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലൂടെയാണ്. തെർമോസ്ഫിയറിൽ കാണപ്പെടുന്ന അയണോസ്ഫിയറിനെ പറ്റി നമുക്ക് കൂടുതൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് 80 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ അവിടെയുള്ള വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് അയോണീകരണം എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്ന മേഖലയെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു.
അപ്പോൾ അയോണുകൾക്ക് എന്താണ് അയോണുകൾക്കാണെങ്കിൽ എന്താണ് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അയണോസ്ഫിയർ പഠിക്കുന്നത്. ഒന്നും കൂടി പറയാം. അയണോസ്ഫിയർ പറഞ്ഞാൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ ഉയരത്തിൽ അവിടെ അൾട്രാ വയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളുണ്ട്. അവിടെ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണികളാക്കി മാറ്റുന്നു. ഇതിന് അയോണീകരണം എന്ന് പറയുന്നു. ആ മേഖല അയോണോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പൊ അയോണികൾക്കാണെങ്കിൽ എന്താണ് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തി തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അയണോസ്ഫിയറിനെ പറ്റി പഠിച്ചത്. അങ്ങനെ തെർമോസ്ഫിയറും പഠിച്ചു കഴിഞ്ഞു. ഇനി എക്സോസ്ഫിയർ ആണ്. അത് നമുക്ക് അഡീഷണൽ പോയിന്റ്സിൽ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓസോൺ ലെയറും ഓസോൺ ഡിപ്ലീഷനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. താങ്ക് യു.